ഹലോ, ഇത് കണ്ട നമ്മുടെ മിഠായി കവറുകളാട്ടോ. ഇത്തവണ ബഹ്റൈനിൽ വന്ന സമയത്ത് ചോക്ലേറ്റ് വന്നപ്പോ ഞാൻ ആമിക്കുട്ടിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചോക്ലേറ്റിന്റെ കവറുകളൊക്കെ എടുത്ത് വെച്ചോണ്ടായിരുന്നു അല്ലെ ആമിക്കുട്ടിയെ. അപ്പൊ അവള് ഇത് എടുത്ത് വെച്ച് കുറെ നാളെ പറഞ്ഞു അച്ഛൻ എന്തിനാ എടുത്ത് വെച്ചിരിക്കണേ, ഞാൻ അച്ഛൻ കളയട്ടേന്ന്. അപ്പൊ ഇതുകൊണ്ട് നമ്മൾ ചെറുപ്പത്തിൽ ഉണ്ടാക്കാനുള്ള സംഭവം എന്താന്ന് അവൾക്ക് അറിയില്ല, അതിന്റെ പ്രാധാന്യം അവൾക്ക് അറിയില്ല. അപ്പൊ നമുക്കൊക്കെ ഇന്നത്തെ കാലത്ത് പിള്ളേർക്ക് പാവകളും അതുപോലെ കുറെ സംഭവങ്ങളൊക്കെ ഒരുപാട് കിട്ടുമ്പോ അവർക്ക് അതിനൊരു പേടില്ല. നമുക്കൊക്കെ കിട്ടുന്നത് മിഠായി കടലാസ് കൊണ്ടുള്ള പാവ, മിഠായി കടലാസ് കൊണ്ടുള്ള മാല അല്ലെ. അതൊന്നും അവർക്ക് കാണിച്ചു കൊടുക്കാൻ വിചാരിച്ചു. നമ്മളെ മിഠായി കടലാസ് പാവ കാണിച്ചു കൊടുക്കാൻ കണ്ട. ഇത് ഇങ്ങനെ നമുക്ക് ചുരുട്ടാ, ഇതിങ്ങനെ ചുരുട്ടും. വേണ്ട ഈ സൈഡ് ഇതുപോലെ ആക്കും. ഇത് പാവയുടെ തൊപ്പിനിട്ടായി കിരീടം കണ്ട കുട്ടി. ഇതിങ്ങനെ ആക്കും കണ്ട, കിരീടം റെഡിയായി. ഇതിങ്ങനെ ആക്കും. ഇത് ഇങ്ങനെ നീർത്തും. നീർത്തി സാധാരണ കൈ കൊണ്ടാണ് രണ്ട് സൈഡും മുറിക്കാറ്. ഞാനിപ്പോ കത്രിക യൂസ് ചെയ്യുന്നുണ്ട്. രാജകുമാരിപ്പാവ, രാജകുമാരിപ്പാവയാണ് ഇതിവിടെ ഇങ്ങനെ കട്ട് ചെയ്യും. ഡാൻസ് കളിക്കുന്ന പാവയാണ്. പിന്നെ ഇതിങ്ങനെ നമ്മള് ചുരുട്ടി വെക്കും. ഇത് കയ്യാണ് കേട്ടോ, കൈ. എന്താ ഭംഗി നോക്കിയ, മഞ്ഞത്തൊപ്പി, പിങ്ക് പാവാട, കൈ. ഇത് നിൽക്കൂട്ട അവിടെ അങ്ങനെ. ഇത് ചെറിയ മിഠായി കടലാസ് ആയതുകൊണ്ടാണ് ബുദ്ധിമുട്ട്. കണ്ട എന്താ ഭംഗി നോക്കിയാലേ പാവ. വീണ് കണ്ടോ ഉണ്ണിയെ. ഇതാണ് ഞങ്ങളുടെ ചെറുപ്പത്തിലെ പാവ, മിഠായി കടലാസ് പാവ. മുഖത്തിന്റെ ഭാഗത്ത് നമ്മൾ ഇതുപോലെ തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു. മുഖത്ത പിരിച്ച് 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 ആഹാ ഇവിടെ വരെ പിരിച്ചാൽ മതി. നമുക്കിവിടെ നീർത്താനായിട്ട് കുറച്ച് സ്ഥലം വേണം. കുഴപ്പമില്ല, വെച്ചാ എനിക്ക് ഉണ്ടാക്കിയത്. രണ്ട് സൈഡ് ആമിക്കുട്ടി ഉണ്ടാക്കിട്ടാ, ആമിക്കുട്ടി ഉണ്ടാക്കിട്ടാ. അതെ ആമിക്കുട്ടി ഉണ്ടാക്കിയതാ. ആമിക്കുട്ടി ഉണ്ടാക്കിയ പാവ ഇരിക്കണ പാവി, കഥകളി പാവിയായി ആമിക്കുട്ടിയുടെ. ഗാലക്സി മിഠായ ആമിക്കുട്ടിക്ക്. ഇതേ ഗാലക്സി മിഠായി കണ്ടപ്പോ ഗൾഫിനോടൊന്ന് മിഠായോ നോക്കാൻ. ഈ മിഠായൊക്കെ എന്ത് കിട്ടച്ചാ. കൈയില്ല പാവ. നല്ല പറഞ്ഞി 10 പാവാട ഇട്ടത്. ഇതിന് രസമല്ലേ. ഒരുപക്ഷെ നിങ്ങൾക്ക് ഇതൊക്കെ ബാലിശമായിട്ട് തോന്നാം. പക്ഷേ ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഇതൊക്കെ പല കളറുകളിലുള്ള മിഠായി കടലാസുകൾ വെച്ചിട്ട് ഇതുപോലെ പാവകൾ ഉണ്ടാക്കും. എന്നിട്ട് പരസ്പരം
അവരവരുടെ കയ്യിലുള്ള മിഠായി കടലാസ് പാവകളെ വെച്ചിട്ടൊരു കളിയുണ്ട്. ഒരാൾ ഒരു കളറിലുള്ള പാവേനെ വെച്ചാൽ അപ്പുറത്തുള്ള ആൾ അതേ കളറിലുള്ള പാവേനെ വെച്ച് കഴിഞ്ഞാൽ ആ 2 പാവേനും ആൾക്ക് കിട്ടും. അതൊക്കെ ഒരു കാലം അല്ലേ, എത്ര മനോഹരമായിരുന്നു. നിങ്ങൾക്കിതുപോലത്തെ ഓർമ്മകളുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ.